ന്യൂനമർദ്ദം തീവ്രമാകാൻ സാധ്യത. തീരപ്രദേശത്തും മലയോര മേഖലയിലും താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം ഇന്ന് തീവ്രമാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളം ജില്ലയിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തെക്ക് കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തിങ്കളാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് 2 ദിവസങ്ങളിൽ തമിഴ്നാട്, ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങുകയും ഇതാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നോ എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ് എന്നും ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് എന്നും അറിയിപ്പിലുണ്ട്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യയിലെ മൺസൂണിനെ പ്രതികൂലമായി ബാധിക്കുന്നതായി പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ക്ലൈമറ്റ് ട്രെൻഡ്സ് എന്ന ഗവേഷണ സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മൺസൂണിന്റെ സ്വഭാവം മാറിയതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ പെയ്തത് 2024 മൺസൂണിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയിൽ കവിഞ്ഞ മഴയോടെയാണ് അവസാനിച്ചതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. ഈ ദീർഘകാല ശരാശരി മഴയുടെ 108%. 2024 ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഇന്ത്യയിൽ 934.8 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഈ 4 മാസത്തെ ശരാശരി മഴ 868.6 മില്ലിമീറ്റർ ആണ്. സമീപ വർഷങ്ങളിലുമായി താരതമ്യം ചെയ്യുമ്പോൾ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ ഏറെ അടയാളപ്പെടുത്തിയ വർഷമാണ് 2024. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കനത്ത മഴ പെയ്ത വർഷവുമാണ് 2024. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ജൂണിൽ ആരംഭിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസത്തോടെ പിൻവാങ്ങാൻ തുടങ്ങും. തുടർന്നാണ് ക്ലൈമറ്റ് ട്രെൻഡ്സ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നതും. 24 മണിക്കൂറിൽ മഴയുടെ തോത് 115.6 മില്ലിമീറ്ററും 204.5 മില്ലിമീറ്ററും ഇടയിൽ രേഖപ്പെടുത്തപ്പെട്ടാൽ അത് തീവ്ര മഴയായാണ് കണക്കാക്കപ്പെടുന്നത്. 204.5 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്താൽ അത് അതിതീവ്ര മഴയായും അതിന്റെ ഗണത്തിലും ഉൾപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തീവ്ര മഴ രേഖപ്പെടുത്തിയ മാസങ്ങളിൽ 2ാം സ്ഥാനത്താണ് 2024 ജൂൺ മാസം. അതിതീവ്ര മഴയുടെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ 2024 ജൂലൈ മാസം 2ാം സ്ഥാനത്താണുള്ളത്. 2024 ഓഗസ്റ്റിൽ 753 സ്റ്റേഷനുകളിലായാണ് തീവ്ര മഴ രേഖപ്പെടുത്തിയതും. സെപ്റ്റംബറിൽ 525 സ്റ്റേഷനുകളിൽ അതിശക്തമായ മഴയും രേഖപ്പെടുത്തി. ഇക്കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകളിൽ ഏറ്റവും കൂടുതലാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് മൺസൂണിന്റെ തീവ്രതയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ നിരീക്ഷിക്കുന്നതും. താപനിലയിലെ നിരന്തരമായ വർധനവ് വർഷങ്ങളായി മൺസൂണിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചുവെന്നും കഴിഞ്ഞ ദശകത്തിൽ ഓരോ മൺസൂൺ സീസണിലും കൂടുതൽ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ കണ്ടെത്തുന്നു. നഗരവൽക്കരണം, ജലസേചന രീതികൾ, ഭൂവിനിയോഗം എന്നിവയിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുള്ള ഇന്ത്യയിലെ പ്രാദേശിക മഴയുടെ പാറ്റേണുകളെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 729 ജില്ലകളിലെ 2024 മഴക്കണക്ക് പ്രകാരം 340 ജില്ലകളിൽ സാധാരണ മഴ റെക്കോർഡ് ചെയ്തപ്പോൾ 158 ജില്ലകളിൽ അധിക മഴയും രേഖപ്പെടുത്തി. 48 ജില്ലകളിൽ വലിയ തോതിൽ അധിക മഴ ലഭിച്ചു. അതേസമയം 167 ജില്ലകളിൽ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. 11 ജില്ലകളിൽ വലിയ കുറവുണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.